വകുപ്പിനെ വലച്ച് മാനന്തവാടിയിലെ ആളെക്കൊല്ലി കാട്ടാന. ബാവലി പരിസരത്ത് തന്നെ തുടരുന്ന ആനയെ പിടികൂടാൻ 4ാം ദിവസവും ശ്രമം തുടരുകയാണ്. മറ്റൊരു മോഴയാനയുടെ സാന്നിധ്യവും അടിക്കാടുമാണ് ദൗത്യത്തിന് വെല്ലുവിളിയാകുന്നത്. സുർജിത്ത് അയ്യപ്പത്ത് ബാവലിയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. സുർജിത്ത്, ഇന്നലെ ആകാശ ദൃശ്യങ്ങളിൽ, ഡ്രോൺ ദൃശ്യങ്ങളിൽ ആനയെ കണ്ടെത്തിയതാണ്. പക്ഷെ അത് നിൽക്കുന്ന സ്ഥലം മയക്കുവെടി വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ അതിനെ പിടികൂടുന്നതിനോ പര്യാപ്തമല്ല. അത്തരമൊരു സ്ഥലത്തല്ല അത് നിൽക്കുന്നത്. ഇന്ന് വനം വകുപ്പിന്റെ പദ്ധതി എന്താണ്? എന്തെങ്കിലും പുരോഗതി ഉണ്ടോ ഈ ദൗത്യത്തിന്? വിജയകുമാർ, വയനാട് വന്യജീവി സങ്കേതത്തിലെ തോൽപ്പെട്ടി റേഞ്ച് ഉൾപ്പെടുന്ന പ്രദേശം, ഒപ്പം തന്നെ അതിനോട് ചേർന്നുള്ള നാഗർഹോളെ വനമേഖല, അത് കർണാടകയുടെ ഭാഗമാണ്. ഈ മേഖലയെല്ലാം തന്നെ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് വലിയ രീതിയിൽ വളർന്ന ആൾപ്പൊക്കത്തിലുള്ള പൊന്തക്കാടാണ്. ഈ പൊന്തക്കാടിൽ ആന പലപ്പോഴും മറഞ്ഞിരിക്കുന്ന സ്ഥിതിയുണ്ട്. ആളുകളുടെ ശബ്ദം കേട്ടാൽ അത് ചാർജ് ചെയ്ത് മുന്നേക്ക് ആഞ്ഞു വരും. അതോടൊപ്പം തന്നെ കുങ്കിയാനകളുടെ മണമടിച്ചാൽ തന്നെ ഇത് ദൂരേക്ക് ഓടിപ്പോകും. അങ്ങനെ ഒരു 7 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് ഈ ആന ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് വിവരം. അത് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്. തോൽപ്പെട്ടി ഭാഗത്തും ഇപ്പോൾ ഏറ്റവും ഒടുവിലുള്ള സിഗ്നൽ പ്രകാരം ബാവലി ഭാഗത്ത് ഈ ആന ഉണ്ട് എന്നുള്ള വിവരമാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ലഭ്യമായിരിക്കുന്നത്. കുങ്കിയാനകൾ അങ്ങോട്ട് കയറിയിട്ടുണ്ട്. മാത്രമല്ല, ഈ തെരച്ചിലിനായി തെർമൽ ക്യാമറ ഉൾപ്പെടെ, അതായത് 2 കിലോമീറ്റർ പരിധിയിൽ വരെ ഈ ആനയുടെ ദൃശ്യം ലഭിക്കാവുന്ന വിധത്തിലുള്ള തെർമൽ ക്യാമറ അടക്കം കൊണ്ടുവന്നുള്ള വളരെ സങ്കീർണമായ പരിശോധനയിലേക്കാണ് വനംവകുപ്പ് കടന്നിരിക്കുന്നത്. 200ഓളം ഉദ്യോഗസ്ഥർ വനത്തിനകത്തുണ്ട്. ഇന്ന് രാവിലെ 5:30 തുടങ്ങിയതാണ് ഈ ദൗത്യം. എന്തായാലും 4ാം നാളിൽ ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഏറ്റവും പ്രതിസന്ധി ഈ മേഖലയുടെ ഒരു ഭൂമിശാസ്ത്രം തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയും. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതായത് CCF ഉൾപ്പെടെയുള്ളവർ ഇവിടെ ക്യാമ്പ് ചെയ്താണ് കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ബാവലി മേഖലയിൽ ആന ഉണ്ട് എന്നുള്ള വിവരമാണ് വനംവകുപ്പിൽ നിന്ന് ലഭ്യമാവുന്നത്. സ്വാഭാവികമായി ഇതിനെ കണ്ടെത്താനുള്ള നീക്കമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനായി മറ്റ് എല്ലാ തരത്തിലുള്ള സാങ്കേതിക വിദ്യയും ഉപയോഗിക്കുന്നുണ്ട്. മാത്രമല്ല, ഈ ഇന്നലെ രാത്രി നാഗർഹോളെ വനമേഖലയിലേക്ക് ഈ ആന എത്തിയിരുന്നു. അതിൻ്റെ സിഗ്നൽ അവിടെ നിന്നാണ് ലഭിച്ചത്. പക്ഷേ പിന്നീട് നടത്തിയ പരിശോധനയിൽ ആ സിഗ്നൽ വീണ്ടും വയനാട് വന്യജീവി സങ്കേതത്തിലേക്ക് മാറുകയായിരുന്നു. എന്തായാലും ദൗത്യം ഇന്ന് വിജയം കാണുമോ എന്നുള്ള കാര്യത്തിൽ അത്തരം പ്രതീക്ഷയാണ് ആളുകൾ പങ്കുവയ്ക്കുന്നത്. ഒപ്പം തന്നെ വനംവകുപ്പിനും അത്തരത്തിലുള്ള പ്രതീക്ഷ തന്നെ ആണുള്ളത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമാകുമെന്നുള്ള കാര്യത്തിലാണ്. എന്തായാലും 4ാം ദിവസവും ആ ദൗത്യം തുടരുകയാണ്. ഇന്നത് ഫലപ്രാപ്തിയിലെത്തുമെന്ന് വനംവകുപ്പ് കരുതുന്നുണ്ട്. പക്ഷേ ആന യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അത് ദുഷ്കരമായ മേഖലയിലൂടെയൊക്കെയാണ് സഞ്ചരിക്കുന്നത്. നിലവിൽ ബാവലിയിലുണ്ട് എന്നാണ് വനംവകുപ്പ് സ്ഥിരീകരിച്ചത്.